ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളത്തിനകത്ത്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഗോതമ്പ് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മയവും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ആറിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്, ഇത് തേങ്ങയാണ്. ഞാനൊരു ശകലം ഏലക്കയോടെ ഇടുന്നുണ്ട്, ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടി. നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ ഏതിനും മാവെടുത്താലും നന്നായിട്ട് കൈകൊണ്ട് മയപ്പെടുത്തി എടുക്കുന്നതാണ് പലഹാരത്തിൻ്റെ ടേസ്റ്റ്. ഇപ്പം നമ്മളിത് മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇച്ചിരി ഒരു ലൂസ് പരുവം വേണം. എന്താ, നമ്മൾ പരത്താനുള്ളതായതുകൊണ്ട് ഒരു ശകലം ലൂസിലാണ് എടുത്തേക്കുന്നത്. നമുക്കിത് വാഴയിലയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വാഴയില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നിലേക്കായിട്ട് മാവ് എടുത്തിടാവുന്നതാണ്. ഈ വലിപ്പത്തിൽ നമ്മൾ മാവെടുത്ത് വെക്കുക. നമുക്കിനി ഇത് നല്ല വൃത്തിയായിട്ട് പരത്തിയെടുക്കാവുന്നതാണ് കയ്യിൽ. ഇനി വേണ്ടുന്ന ചേരുവകളാണ് തേങ്ങ. അതിന് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുകയാണ്. ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കൈ നനച്ചിട്ട് വേണം ഈ മാവ് പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ മാവ് ഒട്ടത്തില്ല, കയ്യിലെല്ലാം ഒട്ടിപ്പോവും. ഇലയുടെ നടുക്ക് മാത്രമായിട്ട് പരത്തുക. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ നോക്കും. ഒരുപാടും ഇല്ല. ന്യൂ കമേഴ്സിനൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇല ഫുള്ളായിട്ട് നമ്മൾ പരത്തരുത്, കട്ടി കുറച്ച് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഏലക്ക ചേർത്ത് നമ്മുടെ അതിന് ഇതിലേക്ക് ഫില്ലിങ് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് എല്ലാ ഭാഗത്തുമായിട്ട് നമ്മൾ പരത്തി വെക്കുക. അപ്പോൾ എല്ലായിടും ഒരുപോലെ നമുക്ക് മധുരം കിട്ടുന്നു. ഗോതമ്പ് പൊടിയോടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു മയമാണ് അടയ്ക്ക് കിട്ടുന്നത്. എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പിന്നെ ഇത് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഇലയുടെ ക്രോസാണ് മടക്കേണ്ടത്. ഇങ്ങനെ തന്നെ മടക്കുക, അല്ലെങ്കിൽ ഇല പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മടക്കുമ്പോൾ ക്രോസ് മടക്കുക ഇങ്ങനെ. ഇല ഇല്ലാത്തവർക്ക് ഒരു പേപ്പറിനകത്ത്, പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് എണ്ണമയം തൂത്തിട്ട് ചെയ്താലും നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പേപ്പർ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓട്ടടയായിട്ട് എടുക്കാൻ പോവുകയാണ്. ഞാൻ അതിനൊരു പഴയ തവ എടുത്തിട്ടുണ്ട്.
ഒരിക്കലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തവ എടുക്കരുത്. കേടായി മാറ്റി വെച്ച തവ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് ചൂടാവുന്ന ഒരു സാധനമാണ്. തവ നന്നായിട്ട് ചൂടാവുമ്പോൾ പിന്നൊന്നും നമുക്കതിനകത്ത് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ നമ്മുടെ പഴയ തവ തന്നെ എടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇഡ്ഡലിക്കുട്ടത്തിനകത്താണ്. ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടിലെടുത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ 2 എണ്ണം വെക്കാവുന്നതാണ്. വലിപ്പം അനുസരിച്ച് വെക്കാവുന്നതാണ്. ഇലയ്ക്ക് നീളം ഇച്ചിരി കൂടുതലുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഈ സമയത്ത് ഒരു ശകലം വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. പുറമേ വെള്ളം തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇല ഉണങ്ങിപ്പോകത്തില്ല, കരിഞ്ഞു പോകാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടും. ഇതൊന്ന് ചെറുതായിട്ട് അടച്ചുകൂടെ വെക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു വശം മൂക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടെടുക്കാം. ഇഡ്ഡലിക്കുട്ടത്തിൽ ആവി കയറ്റിയാണ് അടുത്തത് ചെയ്യുന്നത്. ഇത് നമുക്കിങ്ങനെ മടക്കി വെക്കാം. ഇതുപോലെ എടുത്ത് വെക്കാം. അടച്ച് ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഒരു വശം മൂത്തൊന്ന് നോക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. കണ്ടില്ലേ, ഇല കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇളകി വരും. അതും മറ്റേതും നമുക്കിങ്ങനെ ഇതുപോലെ തിരിച്ചിടാം. കണ്ടോ, ഇപ്പം ഇല കരിയാതെ നമുക്ക് ഓട്ടടയ്ക്ക് ഒരു വൃത്തികേടും വരത്തില്ല, കരിഞ്ഞു പോകത്തില്ല, എന്നാൽ വേവുകയും ചെയ്യും. നമുക്കിനി ഒരു ശകലം വെള്ളമൂടെ തളിക്കാം. വീണ്ടും അതുപോലെ തന്നെ അടച്ചു വെക്കാം. രണ്ട് വശം ഒരുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയെടുക്കാം. നമ്മൾ ആവി പുഴുങ്ങിയെടുത്തതും ചട്ടി ചുട്ടെടുത്തതുമായിട്ടുള്ള അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ്. വാഴയിലയുടെ മൊരിഞ്ഞ മണമൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. നമുക്കിതൊന്ന് തിന്ന് നോക്കിയാലോ. ആവി പറക്കുന്നതാണ്. ഉണ്ടല്ലേ, നമുക്കൊന്ന് തിന്നും. എല്ലാവർക്കും കൂടെ വേണ്ടി തരുവാണ്.